ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ടാണ് എത്തിയേക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണേച്ച ഒരു കാര്യമാണ്, അടിപൊളി ഒരു സ്റ്റോറിയാണ്. എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ ഇതൊക്കെ ചെയ്യുക, അല്ലാത്തവർ ലൈക്ക് അടിക്കണം, പിന്നെ കമൻറ്റ് ചെയ്യണം. ഡെയിലി കമൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് 2 പേര് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മച്ചാന്മാരെ. അഭിപ്രായം ഗൈസ്, ഇന്നത്തെ വീഡിയോ വെച്ചാൽ അടിപൊളി വീഡിയോ ആണ് കേട്ടോ ഗൈസ്. നിങ്ങളെന്തോ ഫോണിൽ സംസാരിച്ചെന്തോ ടാസ്കിന്റെ ഒക്കെ കാര്യം മോനെ, അത് ഞാൻ പറയത്തില്ല. നീ പോയി ജോലി ഒന്ന് പറയേട്ടാ. എന്തോ ഇത് ഇങ്ങനെ കളിക്കുന്നേട്ടാ, ഒന്ന് പറയേട്ടാ പ്ലീസ് ചേട്ടാ. എന്നാ ഞാൻ പറഞ്ഞു കൊടുക്കാം ചേട്ടാ. ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ കാട്ടിൽ പോയി ആനക്കൊമ്പ് വേട്ടയാടുക, അല്ലെങ്കിൽ ഡിനോസറിനെ പിടിക്കുക. അതാണ് ടാസ്ക്. അത് ജയിച്ചാ നിനക്ക് 50 കോടി രൂപ കിട്ടുന്നതായിരിക്കും. നമുക്ക് ആ ടാസ്ക് ഒന്ന് ചെയ്താലോ ഗൈസ്? എന്തായാലും പോയി നോക്കാം ഗൈസ്, എന്തായാലും ചെയ്ത് നോക്കാം ടാസ്ക് ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ ആ ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട്ടിനകത്തോട്ട് പോവുകയാണ് ഗൈസ്. നമുക്കകത്തൊരടിപൊളി കിടുക്കാച്ചി കാട്ടിലൊക്കെ ഓഫ് റോഡ് പോകാൻ പറ്റിയ ഒരടിപൊളി സെറ്റപ്പ് വണ്ടി നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്. എല്ലാ മച്ചാന്മാർക്കും ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും ആ വണ്ടി ഏതാണെന്ന്. നമ്മുടെ സ്വന്തം മഹീന്ദ്ര താറാണ് ഗൈസ്. ഇത് ഞാൻ മോഡിഫിക്കേറ്റ് ചെയ്ത് കിടുക്കാച്ചി ഓഫ് റോഡിനൊക്കെ പോവാൻ പറ്റിയ രീതിയിലാക്കി മാറ്റി ഗൈസ്. എന്തായാലും നമുക്ക് ഇതും കൊണ്ട് പോവാം ഗൈസ്. ഒരു കാര്യം നടന്നാൽ പോരെ ഗൈസ്. അടിപൊളി ഓഫ് റോഡ് വണ്ടിയാണ് എടുത്തേക്കുന്നത്. ഈ താർ ഇഷ്ടപ്പെട്ട എല്ലാവരും സൂപ്പർ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചാൽ വെറും ഒരു 6 ലൈക്കാണ്. എല്ലാവരും 6 ലൈക്ക് അടിച്ചു പൊട്ടിക്കുക. കമൻറ്റ് ടാർഗറ്റ് എന്ന് വെച്ചാൽ വെറും 3 കമൻറ്റ് ടാർഗറ്റാണുള്ളത്. എല്ലാവരും 3 കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അമ്മക്കിനി നേരെ നമ്മുടെ വണ്ടി എടുത്ത് നേരെ നമ്മൾ ആമിനേഷന് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വെപ്പൺസും ഹാമറും ഒക്കെ മേടിക്കാം ഗൈസ്. അങ്ങനെ ഞാൻ നേരെ അകത്ത് പോയി വെപ്പൺസും ഹാമറും ഒക്കെ മേടിക്കുന്നുണ്ട്. അങ്ങനെ വെപ്പണും ഹാമറും ഒക്കെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ പോവാം ഗൈസ്. ഇനി നമ്മൾ നേരെ നമ്മുടെ താറുമുട്ടനെ എടുക്കുവാണ് മച്ചാന്മാരെ. ഇതാണ് നമ്മുടെ മഹീന്ദ്ര താർ SUV ഗൈസ്. അടിപൊളി ഒരു വണ്ടിയാണ് ഗൈസ് നമ്മുടെ ഈ മഹീന്ദ്ര താർ ഗൈസ്. അടിപൊളി വണ്ടിയാണ് ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ടീറെക്സ് കാട്ടിലോട്ട് പോവാം ഗൈസ്. നേരെ നിലമ്പൂർ ടീറെക്സ് കാട്ടിലോട്ട് വിടുകയാണ് ഗൈസ്. ആരും ഇത് യാഥാർത്ഥ്യമായിട്ട് വിചാരിക്കരുത് ഗൈസ്. ജീവിച്ചവരും മരിച്ചവരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ കഥയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മച്ചാന്മാരെ. നമുക്ക് നേരെ പോവാം ഗൈസ് അടുത്ത സ്ഥലത്തോട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം കാടിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് ഗൈസ്. കാട്ടിൻ്റെ അടുത്തുള്ള വില്ലേജൊക്കെ കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കാട്ടിൻ്റെ അടുത്തുള്ള നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഗൈസ്. ദാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിലമ്പൂർ സൗത്ത് സോൺ പോലീസ് സ്റ്റേഷൻ എന്ന്. ഇവിടെ ഇടയ്ക്ക് ശബ്ദം കേൾക്കുന്നതെന്ന് വെച്ചാൽ കറണ്ട് പോകുന്ന ശബ്ദമാണ്. എല്ലായിടത്തും ഇടിയും മഴയും കറണ്ട് പോക്കുമാണ് ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഗോൾഡൊക്കെ കുറച്ച് കുറഞ്ഞ് ഗൈസ്, ഫുള്ളായിട്ട് മാറാറായിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം പയ്യെ തിരിച്ചു വരുന്നുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഡിനോസറിനെ പിടിച്ചിട്ട് തന്നെ കാര്യം ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ പോവാണ് ഗൈസ്. ഡിനോസറിനെ കിട്ടിയില്ലെങ്കിൽ ആനക്കൊമ്പ് ഗൈസ്. എന്തായാലും 2ൽ 1 കിട്ടിയിരിക്കും ഗൈസ്. ഈ കാട്ടിൽ ഡിനോസറും ഉണ്ട്, പിന്നെ ആനയും ഉണ്ട് ഗൈസ്. ഡിനോസറിനെ സയന്റിസ്റ്റ് പുനർജീവിപ്പിച്ചു ഗൈസ്. പക്ഷേ ഇന്ത്യൻ ബൈക്ക് മാത്രമേ ഉള്ളൂ ഡിനോസർ. അയ്യോ ഗൈസ്, കണ്ടോ ഡിനോസറിനെ ഗൈസ്. ഡിനോസർ നമ്മളെ കടിക്കാൻ വരുമ്പോൾ നമ്മൾ ഓടണം ഗൈസ്, അല്ലെങ്കിൽ പ്രശ്നമാണ്. അമ്മച്ചി, എന്നെ ഡിനോസർ കടിക്കാൻ വരുന്നേ, ഓടിക്കോ 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 ഗൈസ്. അങ്ങനെ ഞാൻ നേരെ ഓടുകയാണ് മച്ചാന്മാരെ ഈ ഡിനോസർ കാട്ടിൽ നിന്ന്. എനിക്ക് വയ്യ ഡിനോസറിൻ്റെ കടി കൊണ്ട് മരിക്കാൻ. അതുകൊണ്ട് ഞാൻ നേരെ വണ്ടി ഓടിച്ച് പോവുകയാണ്.
എല്ലാവരും ഈ സമയത്ത് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബഡീസ്. എല്ലാവരും ചെയ്തിടുക. നമുക്ക് നേരെ പോവാം ഗായ്സ്. അയ്യോ ഗായ്സ്, വീണ്ടും ഡിനോസറോ? അമ്മച്ചി, ഡിനോസർ എന്നെ കൊണ്ടേ പോകത്തോളൂ ഗായ്സ്. അമ്മേനെ കടിക്കാനായിട്ട് വായും കൊണ്ട് വരുന്നു ഗായ്സ്. അയ്യോ, 2 ഡിനോസർ. ഓടിക്കോ മച്ചാമാരെ, ഡിനോസർ കടി കൊണ്ട് മരിക്കാൻ എനിക്ക് വയ്യ ഗായ്സ്. എന്തായാലും നേരെ നമ്മുടെ കാറ് മുത്തെടുത്ത് പോകുന്നുണ്ട്. ബൈക്കിലോ സൈക്കിളിലോ വല്ലോ വന്നായിരുന്നെങ്കിൽ ഇവന്മാര് ചവിട്ടി അരച്ചേനെ. എനിക്കതൊക്കെ അറിയാം. അതാണ് ഞാനിപ്പോൾ കാറെടുത്ത് വന്നിരിക്കുന്നത്. കാര്യം ഇന്ത്യൻ ബൈക്ക് വീഡിയോ കാണുന്ന എല്ലാവരും ആലോചിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? നമുക്ക് നേരെ നമ്മുടെ കാറ് മച്ചാനെ എടുത്ത് നേരെ പോവാൻ കഴിയും. ഡിനോസർ ആണെങ്കിൽ കുറവിനുണ്ട് ഗെയിം. കുറെ കിളികളുടെ ഇലപ്പും കേൾക്കാൻ കഴിയുന്നുണ്ട് ഗെയിം. നിങ്ങൾ ജമിക്കുക ശബ്ദം കേൾക്കുന്നുണ്ട്, അത് പാത്രം വീഴുന്ന ശബ്ദമാണ് ഗെയിം. ഞങ്ങളുടെ വീട്ടിൽ പാത്രം കഴുകുകയാണ്, അതാണ് ശബ്ദം കേൾക്കുന്നത്. നിങ്ങൾ ക്ഷമിക്കുമെന്ന് അടുത്ത വീഡിയോയിൽ ശബ്ദം ഉണ്ടാവാതെ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അമ്മച്ചി കാടിന്നറിയാതെ തറച്ച് വീഴുകയും. അയ്യോ, ബീച്ചിലെ മണ്ടി വന്ന് വീഴുകയും. ഇനി നമുക്ക് നേരെ പോവാൻ കഴിയും. നമ്മൾ നേരെ നമ്മുടെ കാറുണ്ടനെ നേരെ പോവുകയാണെങ്കിൽ ഇനിയും ഞാൻ ആനക്കൊമ്പ് വേട്ടയാടിയിട്ട് അടങ്ങുകയും അതിനുവേണ്ടി നമ്മൾ ഇന്ത്യൻ ബൈക്ക് കാട്ടിനകത്തോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ വേട്ടയാടി തിരിച്ച് കറക്കി എടുത്തിട്ട് വരാം. ചാടിക്കടക്കുവോ ഗൈസ്? എന്തായാലും ചാടിക്കടക്കാൻ നോക്കാം. പോണോ? ചാടിക്കടക്കാനേ പറ്റുന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും അടുത്ത പരിപാടിയിലേക്ക് പോവാം. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് നേരെ നമ്മുടെ കാറിൽ കയറാം. ഇടയ്ക്ക് വെച്ച് ബുള്ളറ്റിൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. ഇടയ്ക്കൊക്കെ റോഡിൽ കൂടെ ബുള്ളറ്റൊക്കെ പോവാറുണ്ട് ഗൈസ്. കേട്ടോ ഗൈസ്, നിങ്ങൾ ക്ഷമിക്കുക ഗൈസ്. ഞാൻ വീടിന് ഉമ്മറത്തിനാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഗൈസ്. ഇന്നലത്തെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. ഒരു റേസിംഗ് വീഡിയോ ആണ് ഗൈസ്. ആകെ 70 പേര് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. എല്ലാവരും ഒന്നുകൂടെ പോയി കാണണേ മച്ചാന്മാര്, നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഇന്നലെ വീഡിയോ ലൈക്ക് കുറഞ്ഞു പോയത് ക്ഷമിക്കാം. ഇനിയിപ്പം ഞാൻ എനിക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. നാളെ ഗൈസ് ഓണൊരിക്കൽ ചാലഞ്ചാണ് ഗൈസ് ഇടാൻ പോണത്. അത് ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കാണണേ മച്ചാന്മാരെ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ് ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തത് ഗൈസ്. അതെന്തായാലും നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഗൈസ്. അതെല്ലാവരും കാണണേ ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതാണ് ആ വീഡിയോ. കുറച്ച് തിരക്ക് വന്നുകൊണ്ടാണ് ഇച്ചിരി മാത്രം എടുത്തത് ഗൈസ്. ഭയങ്കര ശബ്ദമൊക്കെ അത് വന്നായിരുന്നു, അതാണ് ഞാൻ എടുക്കാഞ്ഞത് ഗൈസ്. മഴ പെയ്തായിരുന്നു. നമുക്കിനി പിന്നെ വേട്ടയാടാൻ പോയാലേ ഗൈസ്. ഇനി ആനയെ കിട്ടുമോ നോക്കാം ഗൈസ്. എന്തായാലും ആനക്കൊക്കെ കുടിക്കാൻ വേണ്ടി ആനയെ കിട്ടുമോ നോക്കാം ഗൈസ്. നല്ല മതലക്ഷണമൊക്കെയുള്ള ആന ഗൈസ്. ഗൈസ് ഒരു ഡിനോസർ ഗൈസ്. അമ്മച്ചി, ഡിനോസർ കളിക്കാൻ വരുന്നേ. വല്ലാത്ത വൈബാണ് ഗൈസ് ഡിനോസറൊക്കെ ചെയ്യുന്നത് ഗൈസ്. ഇവിടെ ചെറുതായിട്ടൊക്കെ മഴ ചാറുന്നുണ്ട് ഗൈസ്. ചിലപ്പോൾ വീഡിയോയിൽ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും ഗൈസ്. നമുക്ക് നേരെ പോവാൻ ഗൈസ്. ഇവിടെ ഒന്നും ആനയെ കാണുന്നില്ലല്ലോ ഗൈസ്. ആനയെ പറ്റത്തോളല്ലോ ഗൈസ്. ഇവിടെ എങ്ങും ആനയെ കാണുന്നില്ല. ആനേ 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 ഗൈസ്. ആനയൊന്നും ഇവിടെ കാണുന്നില്ല ഗൈസ്. ആനയുണ്ട്. ആനേ 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 ഗൈസ്. ആന ഇവിടെ കാണുന്നില്ല. ആനേ ആനേ ആന ആനേ ആനേ ആനേ. അയ്യോ, ഡിനോസർ ഗൈസ്. അമ്മച്ചി എന്റെ ഗൈസ്. ആനയും കാണുന്നില്ലല്ലോ ഗൈസ്. ആന ഗൈസ്. ആന 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 ഗൈസ്. നമുക്ക് വേട്ടയാടാനേ ആനയെ പോയിരിക്കാം. അമ്മച്ചിയാണ്. അയ്യോ, ആനയും പോയല്ലോ ഗൈസ്. ഇനിയും ആനയെ കണ്ടുപിടിക്കണം. ആനേ 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 ആനയെന്നാ
ഇങ്ങനത്തെ ബാക്ക് സ്കൂൾ ഐറ്റം. നിങ്ങൾ പഴയ ബാക്ക് സ്കൂൾ ഐറ്റംസ് ഒക്കെ ചിലർക്ക് കാണില്ല, അതൊന്നും ഇല്ലായിരിക്കും, എന്നാൽ അവർക്ക് ബോക്സ് ഒക്കെ മേടിച്ചാൽ മതിയായിരിക്കും ഗൈസ്. എല്ലാവരും ആവശ്യമുള്ള സാധനം മേടിച്ചാൽ മതി, അനാവശ്യമായിട്ട് മേടിക്കുന്ന കാര്യമില്ല ഗൈസ് കേട്ടോ. ഫുഡ് ഐറ്റംസ് ഒക്കെ അധികം മേടിക്കുന്ന നല്ലതല്ല ഗൈസ്, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നശിക്കും ഗൈസ്. ഞാൻ ചുമ്മാ ഉറങ്ങിയാണ് ഗൈസ്. നമുക്ക് നേരെ ആനയെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആന അണ്ണനെ കിട്ടി ഗൈസ്. നമുക്ക് ആനയെ വെടിവെക്കാം. എടാ ആനയെ മതോളവി ആന ആന അവിടെ വിട്ടടാ ഗൈസ്. ഇവിടെ മഴ പെയ്ത് അതാണ് ഭയങ്കര നോയ്സ് കേൾക്കുന്നത്. നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നാട്ടിൽ മഴയായിരിക്കും. അങ്ങനെ ആനയെ കൊന്ന് ഗൈസ്. ഇനി കൊമ്പൊടിച്ചെടുക്കാം. ഓ, കൊമ്പ് വരുന്നില്ലല്ലോ ഒടിച്ചിട്ട്. എന്തൊരു പാടാണ് ഗൈസ് ഈ കൊമ്പ് വലിച്ചെടുക്കാൻ ഗൈസ്. ഇവിടെ ഭയങ്കര മഴ ശക്തമായി പെയ്യുന്നു ഗൈസ്. നമ്മുടെ കാറിനകത്താണ് ആനക്കൊമ്പിരിക്കുന്നത് ഗൈസ്. ഇനി നമുക്ക് ഡബ് ചെയ്യാൻ നേരെ നമ്മുടെ വീട്ടിനകത്തോട്ട് ഞാൻ റൂമിനകത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് ഗൈസ്. എന്തായാലും നേരെ നമുക്ക് നമ്മുടെ കാറിൽ കയറാൻ ഗൈസ്. ആനക്കൊമ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. പോലീസ് പിടിക്കുമോന്ന് അറിയത്തില്ല ഗൈസ്. എനിക്കാകെ ടെൻഷനായിട്ട് വയ്യ ഗൈസ്. ആണെങ്കിൽ പിടിക്കുമോ ഗൈസ് പോലീസ് എന്ന് ഗൈസ് എനിക്കറിയത്തില്ല ഗൈസ്. പോലീസ് പിടിക്കുമോ പിടിക്കാതിരിക്കുമോ ഗൈസ്. എന്തായാലും രക്ഷപ്പെടാൻ ഗൈസ്. അമ്മച്ചി നോസർ വായും തുറന്നു വരുന്നുണ്ട്. ശിവ ഓടിക്കോ ഗൈസ്. നമ്മൾ നേരെ ഓടുവാണ് ഗൈസ്. ഓടുവാണ്. ശിവനെ, പോലീസൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. നമുക്ക് നേരെ പോവാൻ ഗൈസ്. നമ്മളിപ്പോൾ ഇടിച്ചിറക്കാൻ പോവാണ് വണ്ടി. അല്ലെങ്കിൽ രക്ഷപ്പെടാനേ പറ്റില്ല. നമുക്ക് വണ്ടി ഇടിച്ചിറക്കാം ഗൈസ്. അല്ലെങ്കിൽ പറ്റത്തില്ല. ഇതിൻ്റെ വാതിൽ കണ്ടുപിടിക്കാൻ കുറേ താമസിക്കും. അതുകൊണ്ട് നമുക്ക് ഇടിച്ചിറക്കാം ഗൈസ് വണ്ടി. റെഡി, 1 2 3 സ്റ്റാർട്ട് ഗൈസ്. നമുക്കിപ്പോൾ ഇടിച്ചിറക്കാൻ പോവാണ് ഗൈസ്. റെഡി, ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് 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 ഗൈസ് ക്ഷമിക്കണം. അറിയാതെ വാട്സപ്പിൽ നിന്ന് എന്തോ മെസ്സേജ് വന്നു ഗൈസ്. വീഡിയോ എടുക്കുമ്പോഴാവുമാരുടെയൊക്കെ ഒരു മെസ്സേജ് ഗൈസ്. ഇഷ്ടമാണ് ഗൈസ്. നമുക്ക് നേരെ പോവാം ഗൈസ്. നമുക്ക് പുറത്തിറക്കാം ഗൈസ്. നമുക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഡിൽവർ ബായിയുടെ ഗ്രൂപ്പിൽ നിന്നാണ് ഗൈസ്. ഡിൽവർ ബായി എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. നമ്മുടെ ഇന്ത്യ ബൈക്ക് കളിക്കും, ഇന്ത്യ ബൈ ഒക്കെ കളിക്കും ഗൈസ്. അമ്മച്ചി തറച്ചു പോന്നു ഗൈസ്. ഈ കഷ്ടമാണ് ഗൈസ്. നമുക്ക് നേരെ പോകാൻ ഗൈസ്. എല്ലാവർക്കും ഡിൽവർ ബായി അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഡിൽവർ ഗെയിമിങ് അടിപൊളി ഒരു ഗെയിമറാണ് ഗൈസ്. ഗെയിമർ ഗ്രൂപ്പിൽ നിന്നാണ് മെസ്സേജ് വന്നത് ഗൈസ്. എനിക്ക് കുറേ ഗെയിമർ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിന് മെസ്സേജൊക്കെ വരും ഇടയ്ക്ക് ഗൈസ്. എന്ത് ചെയ്യാനാണ് ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. പിന്നെ നമുക്ക് നേരെ പോവാം ഗൈസ്. എന്തായാലും നേരെ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റെയിൽവേ പാളത്തിൽ കഴിഞ്ഞ് രക്ഷപ്പെടണം ഗൈസ്. പോലീസ് അങ്ങനെ പിടിച്ചാൽ തീർന്നു ഗൈസ്. അതോടെ കഥ കഴിഞ്ഞു ഗൈസ്. പോലീസൊന്നും പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു ഭഗവാനേ. കഷ്ടമാണ് ഗൈസ്. എന്തായാലും ഗണപതി ഭഗവാൻ ക്ഷമിക്കത്തില്ല ഗൈസ്. ആനപ്പം പൊടിച്ചോണ്ട് അമ്മച്ചി അപ്പത്തേക്ക് തന്നെ പോലീസുകാർ വന്നാച്ചി. ശിവനെ, പോലീസേ എന്നെ പിടിക്കല്ലേ. ഈ നാട്ടിലെ വഴി അറിയില്ലേ പോലീസേ. ഞാനൊന്നും കൊമ്പൊന്നും ഓടിച്ചില്ല ആനക്കൊമ്പ്. പോടാ പോലീസേ. അയ്യോ ഗൈസ്, പോലീസ് വന്ന് ഗൈസ്. ഓടിക്കോ. കാറെടുത്ത് തിരിച്ചോടിക്കോ ഗൈസ്. അമ്മച്ചി ഓടിക്കോ ഗൈസ്. പോലീസ് ഗൈസ്. നമുക്ക് ഓടാം ഗൈസ്. നമ്മൾ ഏകദേശം ഓടിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. ഈ പോലീസിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ഇട്ടേ പറ്റില്ല, അല്ലെങ്കിൽ ഇവന്മാര് നമ്മളെ പിടിച്ചു കൊള്ളുന്നതാണ് ഗൈസ്. അമ്മച്ചി ഓടിക്കോ. എന്റെ വടച്ചോണി, നാട്ടിലെ വഴി എനിക്കറിയില്ലേ. അമ്മച്ചി വണ്ടി ഗൈസ്. അയ്യോ ശിവനെ, അമ്മച്ചി ഓടിക്കോ ഗൈസ്. അമ്മച്ചി ഗൈസ്, ഒരു പെട്രോൾ പമ്പല്ലേ ഗൈസ് അത്. അമ്മച്ചി അവിടെ നിന്ന് കയറിയാൽ രക്ഷപ്പെടത്തില്ല ഗൈസ്. ഞാനവിടെ കത്തിപ്പോവും ഗൈസ്. പെട്രോൾ പമ്പിൽ വല്ലതും കയറിയ അമ്മച്ചി ഗൈസ്. ഇതെന്തു ഗൈസ്, ഒരു റെയിൽവേ ട്രാക്കിന്റെ ഗൈസ്. നമുക്ക് എന്തായാലും ട്രെയിനിൽ കയറി എസ്കേപ്പ് ഇടാം ഗൈസ്. നേരത്തെ ആ റെയിൽവേ കാണാൻ കണ്ടപ്പോൾ എസ്കേപ്പ് ഇട്ടാൽ മതിയായിരുന്നു ഗൈസ്. അല്ലെങ്കിൽ ഇത്രയും സീനാവത്തില്ലായിരുന്നു ഗൈസ്. നമുക്ക് നേരെ കയറാം. അമ്മച്ചി ആനക്കൊമ്പൊന്നും എടുക്കാൻ എനിക്ക് സമയമില്ല ഗൈസ്. എനിക്ക് വലിയ ആനക്കൊമ്പൊന്നും എടുക്കാൻ സമയമില്ല ഗൈസ്.
നമുക്ക് താർ ഇവിടെ ഇട്ടിട്ട് ഓടാം ഗൈസ്. എനിക്ക് ആനക്കൊമ്പൊന്നും വേണ്ട, എൻ്റെ ജീവനാണ് വലുത് ഗൈസ്. നമുക്ക് രക്ഷപ്പെടാം ഗൈസ് പെട്ടെന്ന് തന്നെ. ആനക്കൊമ്പൊക്കെ നമ്മളിവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി രക്ഷപ്പെടാം ഗൈസ് പെട്ടെന്ന് തന്നെ. ഗൈസ് പോലീസുകാരുണ്ടോ? നമ്മുടെ വണ്ടി ഫുള്ള് വളഞ്ഞു നിൽക്കുവാണ് ഗൈസ്. അവർ കണ്ടില്ലെന്നാണ് തോന്നുന്നത് നമ്മൾ ട്രെയിനിൽ കയറിയത്. എന്തായാലും രക്ഷപ്പെടുക തന്നെ ഗൈസ്. നമ്മുടെ ട്രെയിൻ ദാ പുറപ്പെടുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ദാ വേഗത്തിൽ പുറപ്പെടുന്നുണ്ട് ഗൈസ്. വന്ദേ ഭാരതിനെ കാട്ടി വേഗത്തിൽ പുറപ്പെടുന്നുണ്ട് ഗൈസ്. നമ്മൾ എൻജിൻ ഡ്രൈവർ ഒന്നും അറിയാതാണ് കയറിയേക്കുന്നത് ഗൈസ്. നമുക്ക് പെട്ടെന്ന് അങ്ങ് പോയേക്കാം ഓടി ഓടി. അമ്മച്ചീ ട്രെയിനേ പെട്ടെന്ന് വിട്ടാൽ മതിയായിരുന്നു എൻജിൻ ഡ്രൈവർ. എന്തൊരു കഷ്ടമാണ് ഗൈസ്. പെട്ടെന്ന് പോണോ അല്ലെങ്കിൽ അപകടമാണ് ഗൈസ്. പെട്ടെന്ന് പോയേ പറ്റത്തുള്ളൂ ഗൈസ്, അല്ലെങ്കിൽ അപകടം പറ്റുന്നതാണ് ഗൈസ്. പെട്ടെന്ന് പെട്ടെന്ന് പോ ട്രെയിൻ ഗൈസ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുവാണ് ഗൈസ്. എന്തായാലും നല്ല സ്പീഡിൽ തന്നെ ട്രെയിൻ പോകുന്നുണ്ട് ഗൈസ്. അടിപൊളി കിടക്കാച്ചിയായിട്ട് ട്രെയിൻ സ്പീഡിൽ പോകുന്നുണ്ട് ഗൈസ്. അടിപൊളിയാണ് ഗൈസ് ഈ ട്രെയിൻ. എല്ലാവരും ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ട്രെയിൻ ഇതാ വേഗത്തിൽ പൊക്കോണ്ടിരിക്കുവാണ് ഗൈസ്. വേഗത്തിൽ പൊക്കോണ്ടിരിക്കുവാണ് ഗൈസ് നമ്മുടെ ട്രെയിൻ ഗൈസ്. അങ്ങനെ നമ്മൾ ടണലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ആകെ ഇരുട്ടാവും ഗൈസ്. എനിക്ക് ഇരുട്ട് പേടിയാണ് അമ്മച്ചി. ഇപ്പോൾ ഇരുട്ടാവേ. ശിവനെ കാത്തു രക്ഷിക്കണേ അമ്മച്ചി. പടച്ചിറപ്പേ കാത്തു രക്ഷിക്കണേ ഗൈസ്. എന്തായാലും ഇരുട്ടില്ലല്ലോ ഗൈസ് ഈ ടണലിൽ. സാധാ ടണലിലൊക്കെ ആകുമ്പോൾ ഇരുട്ട് വരണ്ടയാണല്ലോ. ഈ ടണൽ എന്തോ അത്ഭുത ടണലാണോ ഗൈസ്? എനിക്കറിയത്തില്ല. ഈ ടണൽ എന്തോ അത്ഭുത ടണലാണോ ഗൈസ്? എനിക്ക് ഒട്ടും അറിയത്തില്ല ഗൈസ് ഈ ട്രെയിനിൻ്റെ കാര്യം. ഇതൊരു അത്ഭുത ട്രെയിൻ തന്നെയാണ് ഗൈസ്. അത്ഭുത ട്രെയിൻ തന്നെയാണ്. എന്തായാലും പൊളി അത്ഭുത ട്രെയിനാണ് ഗൈസ്. ഇത് നമ്മൾ കയറി നേരെ പോവുകയാണ് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോവാം ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാവരും ചാനൽ സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓ ഇതാരാ എൻ്റെ ട്രെയിനിലൊരു ശബ്ദം ഗൈസ്? നമ്മൾ എൻജിൻ ഡ്രൈവർ പൊക്കി ഗൈസ്. നമ്മളങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ബൈക്ക് എൻ്റെ കൂട്ടുകാരൻ ജേക്കപ്പിലൂടെ ഒപ്പിച്ച് തന്നായിരുന്നു ഗൈസ്. അങ്ങനെ ജേക്കപ്പ് വന്ന ബൈക്കിൽ കയറി ഞാൻ നേരെ പോകണം. അമ്മച്ചി ഈ സ്റ്റണ്ട് കണ്ടോ ഗൈസ്? ഈ സ്റ്റണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ OP കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് പ്ലീസ്. എല്ലാവരും ലൈക്ക് അടിക്കുക. വീഡിയോ ആണെങ്കിൽ ആരും ലൈക്ക് അടിക്കാറില്ല ഗൈസ്. എനിക്ക് വേണ്ടി ഒന്ന് ലൈക്ക് അടിക്കുക ഗൈസ്. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ വീഡിയോ തയ്യാറാക്കി ചെയ്യുകയാണ് ഗൈസ്. സ്റ്റോറി എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ ബുദ്ധി കുറച്ച് നേരം ആലോചിച്ച് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഗൈസ്. എൻ്റെ ഒഴിവ് സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യുന്ന വീഡിയോ ആണ് ഗൈസ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും മച്ചാമാരെ, പ്ലീസ് മച്ചാമാരെ. എല്ലാവരും ഒന്ന് ലൈക്ക് ഇടുക. പിന്നെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുമില്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് മച്ചാമാരെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിനകത്ത് കയറിയിട്ട് നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിറ്റേ ദിവസമായി ഗൈസ്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ സിറ്റിയിലോട്ട് തന്നെ തിരിച്ചു പോകണം ഗൈസ്, അല്ലെങ്കിൽ പ്രശ്നമാണ് ഗൈസ്. എനിക്കെന്തായാലും ആനക്കൊമ്പ് കിട്ടിയില്ല. പൊട്ടനും പോയി അയിലസാന്ന് പോലെ ആയിപ്പോയി ഗൈസ്. ഒന്നും കിട്ടിയില്ല ഗൈസ്. പൈസയും കിട്ടിയില്ല. ജീവൻ മാത്രമുണ്ട് ഗൈസ്. അത് തന്നെ ഭാഗ്യം ഗൈസ്. അതും കൂടെ പറഞ്ഞെങ്കിൽ തീർന്നേനെ ഗൈസ്. കഷ്ടമായേനെ ഗൈസ്. എന്തായാലും ഗണ്ണൊക്കെ മേടിച്ചു വെക്കാം ഗൈസ്. ഗണ്ണൊക്കെ നമ്മൾ താറിൽ തന്നെ നമ്മൾ ഉപേക്ഷിച്ചായിരുന്നു. എന്തായാലും ഗണ്ണ് മേടിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ മിഷൻ ഗണ്ണ് മുതൽ മലപ്പുറം കത്തി വരെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും എനിക്ക് മിഷൻ ഗണ്ണും മലപ്പുറം കത്തിയും ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സിറ്റിയിലോട്ട് തന്നെ തിരിച്ചു പോവാം ഗൈസ്. നമ്മൾ ജേക്കപ്പിൻ്റെ ബൈക്കിൽ തന്നെയാണ് പോകുന്നത്. ജേക്കപ്പ് നമ്മുടെ സിറ്റി വന്ന് പിന്നെ എടുത്തോളും ആ ബൈക്ക് ഗൈസ്. അവിടെ എന്തോ ഒരു കിടുക്കാശി വണ്ടി പോകുന്നുണ്ടല്ലോ ഗൈസ്. ഇത് ഫോർച്യൂണർ അല്ലേ ഗൈസ്? ഫോർച്യൂണർ ലെജൻഡർ ഗൈസ്. എന്തായാലും ഫോർച്യൂണർ ലെജൻഡർ ഇതുവഴി പോകുന്നുണ്ട്. ചേട്ടായി എനിക്ക് ഈ ലെജൻഡർ ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് തരുമോ? എടാ എനിക്കൊന്ന് വയ്യാറാ ടെസ്റ്റ് ഡ്രൈവിന് തരാൻ ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം ഇതിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഇതൊന്നും ഗൈസ് താറ് തന്നെ പോകുന്നു ഗൈസ്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമ്മൾ നേരെ പോകുന്നുണ്ട് ഗൈസ്. അമ്മച്ചി ഗൈസ്. നമ്മൾ നേരെ ഓടുവാണ് ഗൈസ്. നമ്മൾ നേരെ വണ്ടി ഓട്ടിച്ച് പൊക്കോണ്ടിരിക്കുവാണ് ഗൈസ്. എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞടിച്ച് താഴോട്ട് വീഴാം ഗൈസ്. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ സിറ്റിയിലോട്ട് തിരിച്ചു പോകാം. അമ്മച്ചി തല പൊട്ടി ഗൈസ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ലൈക്ക് ചെയ്യാനും ചാനൽ സബ് ചെയ്യാനും മറക്കരുത്. എല്ലാ ദിവസത്തെയും കാട്ടി ഇച്ചിരി ലെങ്ത് ഉണ്ട് ഗൈസ് ഈ വീഡിയോയ്ക്ക്. എല്ലാവർക്കും വേണ്ടി ഞാൻ ചെയ്തതാണ് ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഈ
ഈ വീഡിയോ ചെയ്യാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഗൈസ്. ഉറക്കമൊഴിച്ചാണ് ഈ വീഡിയോ ഫുള്ള് ഞാൻ തീർത്തത് ഗൈസ്. രാത്രി 12 മണിക്കൊക്കെയാണ് ഞാൻ റെക്കോർഡ് ചെയ്തത് ഗൈസ്. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്, ടേക്ക് കെയർ.